ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് നാം എല്ലാവരും ഞായറാഴ്ച രാവിലെ ഈ ഹാളിലേക്ക് വരുന്നത്? ഇവിടെ കുറേ സമയം ചെലവിടുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റു ചിലർ അത് ശ്രദ്ധയോടെ ശ്രവിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നാം ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ അനുവദിക്കുന്നത്? അതിനുള്ള ഉത്തരത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ബൈബിളിനെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നും അത് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നും പറയുവാനായിട്ട് പോവുകയാണ്. അതിന് ആധാരമായിരിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇതിലെ പ്രധാന ആശയം എന്താണ് എന്ന് വ്യക്തമാക്കാം. സജീവവും ജീവദായകവുമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും തുറന്നു കാട്ടുന്നതിനാൽ ദൈവവചനത്തോട് പോസിറ്റീവായി പ്രതികരിച്ചും വിശ്വാസത്തിൽ സ്ഥിരതയാർജിച്ചും കൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്നതാണ്. സജീവവും ജീവദായകവുമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും തുറന്നു കാട്ടുന്നതിനാൽ വചനത്തോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ടും വിശ്വാസത്തിൽ സ്ഥിരതയാർജിച്ചും കൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. ഇന്നത്തെ ഈ വേദഭാഗത്തിന് ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് സജീവവും ജീവദായകവുമായ വചനം എന്നാണ്. സജീവവും ജീവദായകവുമായ വചനം, ദ ലിവിങ് ആൻഡ് ദ ലൈഫ് ഗിവിങ് വേർഡ്. ദ ലിവിങ് ആൻഡ് ദ ലൈഫ് ഗിവിങ് വേർഡ്. നമ്മിൽ പലരും മനഃപ്പാഠമാക്കിയിരിക്കുന്ന ഒരു വാക്യമാണിത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കരിസ്മാറ്റിക് ധ്യാനം കൂടി നടന്ന കാലത്ത് മനഃപ്പാഠമാക്കിയ ഒരു വാക്യമാണിത്. അന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഏത് സന്ദർഭത്തിലാണ് ലേഖനകാരൻ ഇത് എഴുതിയിരിക്കുന്നതോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി മെത്തേഡ് ഉപയോഗിച്ച് ദൈവവചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ സന്ദർഭത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് ഏറെ ബോധവാനായത്. ഞാൻ ഈ വാക്യങ്ങളെ പ്രാസംഗികർ പൊതുവെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി പ്രസംഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ എബ്രായ ലേഖനം 3:1 ആരംഭിച്ച് 4:11 വരെ ദീർഘിക്കുന്നതായ നിർദ്ദേശങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും പ്രബോധനങ്ങൾക്കും ഏറ്റവും ഉചിതവും മനോഹരമായിട്ടുള്ള പര്യവസാനമായിട്ടാണ് ലേഖനകാരൻ ഈ 12-13 വാക്യങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ഈ 12-ാം വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന വാക്കിലാണ്. മലയാള പരിഭാഷയിൽ ആ വാക്കില്ലെങ്കിലും ഗ്രീക്കിലും ഇംഗ്ലീഷിലും ആ വാക്ക് കാണുവാനായിട്ട് കഴിയും. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇത് ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം എല്ലാ ഉത്സാഹവും കഴിക്കണം എന്ന പ്രബോധനത്തിന് നൽകുന്ന ഒരു അധിക കാരണമായിട്ടാണ് ഈ വേദഭാഗം ഇരിക്കുന്നത്.
അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിക്കാതിരിക്കുവാനുള്ള ഒരു ശക്തമായ കാരണമായിട്ടാണ് ലേഖനകാരൻ ഇത് പറയുന്നത്. ദൈവവചനം കേൾക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും ഇസ്രയേല്യർ പരാജയപ്പെട്ടതാണ് ലേഖനകാരൻ്റെ മനസ്സിലുള്ള അനുസരണക്കേട്. അതല്ലെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് കേട്ടത് അവരുടെ വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. 4:2 അദ്ദേഹം അത് രേഖപ്പെടുത്തുന്നു. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. മരുഭൂമിയിലെ ഇസ്രയേൽ ജനം ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് വിസമ്മതിച്ചു. ദൈവം ചില വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ, അതായത് കാനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറായില്ല. അവർ അവരുടെ ഹൃദയം കഠിനമാക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ചെയ്തു. ദേശത്ത് അവർക്ക് വേണ്ടി താൻ കരുതും എന്ന് പറഞ്ഞപ്പോൾ അവർ അത് അവിശ്വസിക്കുകയും ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും ചെയ്തു. എന്നാൽ അവർക്കുള്ള സന്തോഷ വാർത്തയായിരുന്നു അവർ നിരസിച്ചത്. 4:2 അത് വളരെ വ്യക്തമാണ്. അവർ കേട്ടതും എന്നാൽ അവിശ്വസിച്ചതും സദ്വർത്തമാനം അഥവാ വചനം ആയിരുന്നു. ഇപ്പോൾ 4-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത് അതേ പാപം തന്നെ നാമും ആവർത്തിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനങ്ങളിലും പ്രത്യാശ വയ്ക്കുവാൻ നാം വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ അഥവാ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്തിന് പരിശ്രമിക്കണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം. അതല്ലെങ്കിൽ ഇസ്രയേൽ ചെയ്ത അതേ അനുസരണക്കേടിൽ വീഴാതിരിക്കാൻ ഞാൻ എന്തിന് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് 12-13 കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പാപമോചനവും നിത്യജീവനും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുകയും വേണം. കൂടാതെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള നമ്മുടെ മറ്റെല്ലാ ശ്രമങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രയത്നങ്ങളിലും സഫലമാക്കിയ നേട്ടങ്ങളിലും നാം ആശ്രയിക്കണം. അപ്പോൾ പ്രാരംഭമായി ദൈവത്തിൻ്റെ സ്വസ്ഥത ആസ്വദിക്കുവാൻ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ വചനം കേൾക്കുക എന്നതാണ്. സുവിശേഷം കേൾക്കുകയും അനുതപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ സുവിശേഷം സ്വീകരിച്ച് ഒരാൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 3, ദൈവം വാഗ്ദാനം ചെയ്തതും പ്രഘോഷിച്ചതും പ്രലോഭനത്തിൽ അകപ്പെട്ട് അവഗണിക്കാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനും ജാഗ്രത പുലർത്തുക. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കണ്ടത് യേശുക്രിസ്തു ആരാണെന്നും
അവൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും അവനിലൂടെ ദൈവം സംസാരിച്ച വചനം അന്തിമമാണെന്നുമുള്ള കാര്യമാണ്. തുടർന്ന് 2-ാം അധ്യായം മുതൽ ആ വചനം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം എന്ന കാര്യമാണ് ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചത്. അതിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. 3-ന്റെ-12-ാം വാക്യം: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. 3-ന്റെ-15: ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്നു നിങ്ങൾ അവൻ്റെ വചനം കേൾക്കുന്നു എങ്കിൽ, മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. അതായത് നാം കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക, വചനത്തെ അവിശ്വസിക്കാതിരിക്കുക, വചനത്തോട് മത്സരിച്ച് ഹൃദയത്തെ കഠിനമാക്കാതിരിക്കുക. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മുടെ രചയിതാവ് എന്താണ് പറയുവാൻ പോകുന്നത് എന്ന് കാണുവാനായിട്ട് നാം ഒരുക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഈ വചനം എന്താണെന്നും അത് എന്ത് ചെയ്യുന്നു എന്നും അതിൻ്റെ അനന്തരഫലം എന്താണെന്നും ലേഖനകാരൻ നമ്മോട് പറയുവാനായിട്ട് പോവുകയാണ്. അതായത് ഈ വചനം എന്താണ്, അത് എന്ത് നിവർത്തിക്കുന്നു, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും. അപ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്താണ്? എഴുത്തുകാരൻ ഇവിടെ പരാമർശിക്കുന്ന വചനം എന്താണെന്ന് നാം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ലോഗോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്നും ചിലർ ഇത് യേശുവിനെ കുറിച്ച് കുറിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഒരു വാക്കിൻ്റെ അർത്ഥം നിർണയിക്കുന്നത് അതിൻ്റെ സന്ദർഭമാണ്. ഇവിടുത്തെ സന്ദർഭം അനുസരിച്ച് എഴുതപ്പെട്ട വചനത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇസ്രയേലിൻ്റെ പുറപ്പാട് തലമുറ നിരസിക്കുകയും വിശ്വസിക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്ത വാഗ്ദാനത്തിൻ്റെയും വ്യവസ്ഥതയുടെയും വചനമാണത്. 4-2 അതിനെ സദ്വർത്തമാനം എന്ന് ലേഖനകാരൻ വിശേഷിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ദൈവത്തിൽ നിന്ന് കേട്ട വചനമാണിത്. യേശു പഠിപ്പിച്ചതും ശിഷ്യന്മാർ ആവർത്തിച്ചതുമായിട്ടുള്ള വചനമാണത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിൻ്റെ ലിഖിത വചനം അഥവാ ബൈബിളാണ്. അത് ദൈവത്തിൻ്റെ വെളിപ്പാടുകളും നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഇപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം: വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രതികരണം ആവശ്യപ്പെടുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയവിനിമയത്തിൻ്റെയും വെളിപ്പാടിൻ്റെയോ രൂപമാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ ആവർത്തിക്കാം: വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രതികരണം ആവശ്യപ്പെടുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയവിനിമയത്തിൻ്റെയോ വെളിപ്പാടിൻ്റെയോ രൂപമാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാമതായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. വചനത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും. അപ്പോൾ ഈ വചനത്തിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം? അത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് നിവർത്തിക്കുന്നു? എന്തുകൊണ്ടാണ് നാം അത് കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടത്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 12-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞാനത് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി
ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവവചനത്തിൻ്റെ 5 സവിശേഷതകളെക്കുറിച്ചാണ് ലേഖനകാരൻ ഇവിടെ പരാമർശിക്കുന്നത്. വചനത്തിൻ്റെ ഈ 5 സവിശേഷതകളിലേക്ക് കടക്കുന്നതിന് മുന്നമേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മനുഷ്യൻ്റെ വചനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് മനുഷ്യൻ്റെ വചനമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിളിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇതര മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഏതൊരു സാമാന്യ വായനക്കാരനും ഇങ്ങനെ അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അനേകം തെറ്റുകളും അബദ്ധജടിലങ്ങളായിട്ടുള്ള പ്രസ്താവനകളും കാണുവാനായിട്ട് കഴിയും. എന്നാൽ ബൈബിൾ അതുപോലൊരു പുസ്തകമല്ല. ഇത് അപ്രമാദിത്യവും അബദ്ധരഹിതവും ദൈവനിശ്വാസ്യവുമാണ്. ഇറ്റ് ഈസ് ഇൻഫാലിബിൾ, ഇന്നറന്റ് ആൻഡ് ഗോഡ് ബ്രീത്ത്ഡ്. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അത് മനുഷ്യരുടെ ആലോചനയല്ല, മനുഷ്യരുടെ സിദ്ധാന്തമല്ല, മനുഷ്യരുടെ ഊഹാപോഹങ്ങളല്ല. മനുഷ്യൻ്റെ ചിന്തകൾക്കും അജണ്ടകൾക്കും ജ്ഞാനങ്ങൾക്കും നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഉണ്ടാകാവുന്ന ദുരന്തം എന്താണെന്ന് ജൂലൈ 2-ാം തീയതി ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഉണ്ടായ ആൾ ദൈവ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. ഭോലെ ബാബായുടെ വചനം കേൾക്കാൻ പോയ 121 പേരാണ് അന്ന് അവിടെ മരിച്ചു വീണത്. ചതഞ്ഞരഞ്ഞവരും സകലവും നഷ്ടപ്പെട്ടവരും അനവധിയായിരുന്നു. എത്ര മർമ്മഭേദകമായിട്ടുള്ള കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ നാം അവിടെ കണ്ടത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുവാൻ തടിച്ചുകൂടിയ ജനമാരും മരിച്ചു വീണതായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് വിശന്നിരിക്കുന്നവർക്ക് ആഹാരവും, രോഗികൾക്ക് സൗഖ്യവും, സാത്താന്യ ബന്ധനങ്ങളിൽ അകപ്പെട്ടവർക്ക് വിടുതലും, പാപികൾക്ക് പാപമോചനവും നിത്യജീവനും നൽകിയാണ് യേശു തൻ്റെ വചന ശുശ്രൂഷ നിവർത്തിച്ചത്. ദൈവത്തിൻ്റെ വചനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും എത്തുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ നാം ഇനിയും കേൾക്കേണ്ടതായിട്ട് വരും. ദൈവവചനം എന്ന പോലെ സാമൂഹ്യശാസ്ത്രവും സൈക്കോളജിയും തത്വചിന്തകളും ഒക്കെ സഭകളിൽ പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ അവയൊക്കെയും ചില വർഷങ്ങൾ കഴിയുമ്പോൾ കാലഹരണപ്പെട്ടതായി മനുഷ്യർ കണക്കാക്കുകയും അതിൻ്റെ സ്ഥാനത്ത് പുതിയ ചിന്തകൾ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരുവൻ്റെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റം വരുത്തുവാൻ, അഥവാ രൂപാന്തരം വരുത്തുവാൻ എന്നേക്കും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധ്യാപകൻ്റെയോ പ്രസംഗകൻ്റെയോ പണ്ഡിതൻ്റെയോ വാക്ക് ഞാനോ അവരോ സംസാരിക്കുന്നത് ദൈവം ഈ പുസ്തകത്തിൽ കൂടി അരുളി ചെയ്ത കാര്യമല്ല എങ്കിൽ മിക്കവാറും ഉപയോഗശൂന്യമാണ്. ദൈവം ഈ പുസ്തകത്തിൽ കൂടി അരുളി ചെയ്ത കാര്യമല്ല ഞാനോ മറ്റുള്ളവരോ പ്രസംഗിക്കുന്നത് എങ്കിൽ അതിന് വലിയ വില കൽപ്പിക്കേണ്ട ആവശ്യമല്ല. എൻ്റെ വാക്കുകൾ ദൈവവചനത്തെ കൃത്യമായി പ്രതിനിധീകരിക്കുകയും വിശദീകരിക്കുകയും നിങ്ങളത് ദൈവത്തിൻ്റെ വചനമായി സ്വീകരിച്ച് നിങ്ങൾക്ക് ബാധകമാക്കുകയും ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് മൂല്യമുള്ളതായിട്ട് തീരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ശാശ്വതമായ മാറ്റമുണ്ടാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. തിരുവെഴുത്തുകൾ പറയുന്നത് ദൈവം പറയുന്നതിന് സമാനമാണ്. ദൈവം പറയുന്നതാണെങ്കിൽ അതിനെ തെല്ലും ശങ്കിക്കേണ്ട
ആവശ്യമില്ല. പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ അഭിനന്ദിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. പൗലോസ് തെസ്സലോനിക്കരോട് പ്രസംഗിച്ച കാര്യങ്ങൾ അന്ന് പ്രബലമായിരുന്ന യവനചിന്തയോ ഈ ലോകത്തിൻ്റെ ജ്ഞാനമോ ആയിരുന്നില്ല, മറിച്ച് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായിരുന്നു. മാത്രവുമല്ല, തെസ്സലോനിക്കർ അതിനെ ദൈവത്തിൻ്റെ വചനമായി സ്വീകരിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തു. അതാണ് തെസ്സലോനിക്കരെ പ്രതി ദൈവത്തെ സ്തുതിക്കുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് ഞാൻ അതിനെ അതീവ സൂക്ഷ്മതയോടും ഭയത്തോടും വിറയലോടും കൂടെ കൈകാര്യം ചെയ്യുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് ഞാൻ അതിനെ എൻ്റെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കാത്തത്. ഇന്ന് പലരും അതിനെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കുന്നു എന്നത് എത്രയോ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ബൈബിൾ ദൈവവചനമായതുകൊണ്ടാണ് അതിലെ മാർക്കേഴ്സ് 2 4 sin so that therefore but that if എന്നിത്യാദി ചെറിയ വാക്കുകൾ ഞാൻ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളെ പലരും അവഗണിക്കുന്നു. എന്നാൽ ഈ വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഒരു വേദഭാഗത്തിൻ്റെ അർത്ഥം നിർണയിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ രമേശ് റിച്ചാർഡ് എഴുതിയ സ്ക്രിപ്ചർ കൾച്ചർ എന്ന പുസ്തകം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഒരു വേദഭാഗത്തെ നന്നായി മനസ്സിലാക്കുവാനും അതിലെ ആശയം ഗ്രഹിക്കുവാനും അതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇനിയും വളരെ ഗൗരവമായി ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദ ഗോസ്പൽ കൊയാലിഷൻ നടത്തുന്ന ബൈബിൾ ആർക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ദൈവവചനം പഠിക്കാവുന്നതാണ്. ബൈബിൾ ആർക്ക് എന്ന് എഴുതി കൊടുത്താൽ ARC എന്ന വാക്കാണ് ബൈബിൾ ആർക്കിംഗ്. അത് നമുക്ക് ദൈവവചനം ഫ്രീ ആയിട്ടുണ്ട്. അതിന് പൈസ കൊടുത്ത് പഠിക്കാവുന്ന കോഴ്സുകളുണ്ട്. അത് നന്നായിട്ട് ദൈവവചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവവചന പഠന സഹായിയാണ്. ഇനി നമുക്ക് ദൈവവചനത്തിൻ്റെ ഓരോ സവിശേഷതകളിലേക്ക് കടക്കാം. 5 സവിശേഷതകളാണ് ഈ വേദഭാഗത്ത് ലേഖനകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഓരോന്നായി ഞാൻ വിശദീകരിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ സവിശേഷത ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് എന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ്. ദൈവവചനം എന്ന പദപ്രയോഗം പ്രാഥമികമായി ബൈബിളിനെ കുറിക്കുകയാണെങ്കിൽ ഈ പുസ്തകം ജീവനുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ പറയുവാനായിട്ട് കഴിയും? വാസ്തവത്തിൽ ഇത് കടലാസും മഷിയും കൊണ്ട് അച്ചടിച്ച് ബൈൻഡ് ചെയ്തുണ്ടാക്കിയ ഒരു നിർജീവ വസ്തുവല്ലേ. അതിന് സ്വയമായി ചലിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ വയ്ക്കുന്നിടത്ത് അതിരിക്കുന്നു, ഞാൻ കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ അത് ചലിക്കുന്നു എന്നതല്ലാതെ അതിന് ചലനശേഷിയില്ല. അത് ചിന്തിക്കുകയോ അനുഭവിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബൈബിളിന് ജീവനുള്ളതാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുക? 2 കാരണങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ബൈബിൾ ആരുടെ വചനമാണോ ആ വ്യക്തി ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ജീവനുള്ളതാണ് എന്ന് പറയുന്നത്. ബൈബിൾ ആരുടെ വചനമാണോ ആ വ്യക്തി ജീവിക്കുന്നു. ദൈവവചനം ദൈവത്തിൻ്റെ സ്വന്തം പ്രത്യേകതകൾ, ദൈവത്തിൻ്റെ സ്വന്തം സവിശേഷതകൾ ദൈവവചനം സ്വീകരിക്കുന്നു. ബൈബിൾ നിർജീവ അക്ഷരങ്ങളല്ല. അത് വർത്തമാനപത്രം പോലെ ഇന്ന് വായിക്കുകയും നാളെ കാലഹരണപ്പെട്ടതായി കാണുകയും ചെയ്യുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതും
അതിന് നിരക്കാത്ത പ്രവൃത്തി ആര് തന്നെ ചെയ്താലും ആരുടെയും മുഖം നോക്കാതെ തെറ്റിനെ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും എഴുതപ്പെട്ട തലമുറയ്ക്കെന്നതുപോലെ എല്ലാ കാലത്തുമുള്ള തലമുറയ്ക്കും ബാധകമായിട്ടുള്ള പുസ്തകമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം, മനുഷ്യർക്ക് ജീവൻ പകരാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. മനുഷ്യർക്ക് ജീവൻ പകരുവാൻ ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തിരമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ബൈബിൾ എന്തു ചെയ്യുന്നു എന്നത് അതിൻ്റെ ജീവനെ കാണിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ 1 പത്രോസ് 2:1-23 മുതൽ 25 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 25-ാം വാക്യം പറയുന്നു, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇവിടെ വചനത്തെ ജീവൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ബീജത്തോടാണ് അഥവാ വിത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്പോറാസ് എന്ന ഗ്രീക്ക് വാക്കാണ് ബീജം അഥവാ വിത്ത് എന്ന് പരിഭാഷ ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ ഒരിടത്ത് മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ആക്ഷരികമായി പറഞ്ഞാൽ പ്രൊക്രിയേഷൻ അഥവാ ജന്മം നൽകുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ബീജമോ ഒരു സസ്യത്തിൻ്റെ വിത്തോ നശിച്ചു പോകുന്നതാണ്. അത് ജീവൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും കെടുന്നതാണ്, അല്ലെങ്കിൽ കറപ്റ്റിബിൾ ആണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നശിക്കാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. ഇറ്റ് ഈസ് ഇൻകറപ്റ്റിബിൾ ആൻഡ് ഇറ്റേണൽ. ഇവിടെ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിപ്പിക്കുന്നു. അതിന് മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന ആർക്കും ജീവൻ പകർന്നു നൽകുവാൻ അതിന് കഴിയും. ആ ജീവൻ എന്നേക്കും നിലനിൽക്കുന്നു. അതായത് ഒരുവൻ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ അവൻ എന്നേക്കും ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വചനമാണ് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷമെന്ന് പത്രോസ് അതിനോട് കൂട്ടിച്ചേർക്കുന്നു. യാക്കോബ് അപ്പോസ്തലനും പത്രോസിൻ്റെ സമാന വികാരം പ്രതിധ്വനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ 1:18, അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടത്താലല്ല, അവൻ്റെ ദൈവീകവും പരമാധികാരവുമായ ഹിതത്താലാണ് നാം വീണ്ടും ജനിച്ചത്. ഇത് സത്യത്തിൻ്റെ വചനമാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൻ്റെ വചനം അത് ജീവനുള്ളതിനാൽ എല്ലാ സംസ്കാരത്തിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള ഓരോ വ്യക്തിയോടും അത് സംസാരിക്കുന്നു. അവർ എവിടെയാണെന്ന് അഭിസംബോധന ചെയ്യുകയും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ബൈബിളിനേക്കാൾ പ്രസക്തമായ മറ്റൊരു പുസ്തകവുമില്ല. നവീകരണ വക്താവായിട്ടുള്ള മാർട്ടിൻ ലൂതർ പറഞ്ഞു, ദ ബൈബിൾ ഈസ് എലൈവ്, ഇറ്റ് സ്പീക്സ് ടു മീ, ഇറ്റ് ഹാസ് ഫീറ്റ്, ഇറ്റ് റൺസ് ആഫ്റ്റർ മീ, ഇറ്റ് ഹാസ് ഹാൻഡ്സ്, ഇറ്റ് ലേയ്സ് ഹോൾഡ് ഓൺ മീ. ബൈബിൾ ജീവനുള്ളതാണ്, അത് എന്നോട് സംസാരിക്കുന്നു, അതിന് കാലുകളുണ്ട്, അത് എൻ്റെ പിന്നാലെ വരുന്നു, അതിന് കൈകളുണ്ട്, അത് എന്നെ പിടിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, അതായത് ഏകദേശം 31 വർഷങ്ങൾക്ക് മുന്നമേ, ബൈബിളാണ് എൻ്റെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടത്, എൻ്റെ പാരമ്പര്യമല്ല എന്ന ബോധം ദൈവം എന്നിൽ തന്നു. അതുവരെ കൈകൊണ്ട് തൊടാതിരുന്ന ബൈബിൾ ഞാൻ ആർത്തിയോടെ വായിക്കുവാനായിട്ട് തുടങ്ങി. ബൈബിൾ വായിക്കുന്നത് എനിക്കൊരു ആവേശമായിരുന്നു. ഇതിലെ വാക്കുകൾക്ക് വായനക്കാരൻ്റെ ആത്മാവിന് ഊർജം പകരാനും സമ്മർദ്ദം ചെലുത്തുവാനുമുള്ള സുപ്രധാന ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. മദ്യപാനം, പുകവലി എന്നിത്യാദി ദുശീലങ്ങൾ
എന്നിൽ നിന്നും നീക്കുവാൻ സഹായിച്ചത് ഈ പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വേണ്ടുവോളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ മൈക്ക് നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് വാചാലരാകുമെന്ന് എനിക്ക് നന്നായി അറിയാം. ദൈവവചനത്തിന് മാത്രമേ നിങ്ങളിൽ സ്ഥായിയായ രൂപാന്തരം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തെ പരാമർശിക്കാതെ നിങ്ങളോട് വചനം സംസാരിക്കാത്തത്. ഇത് ദൈവവചനമായതുകൊണ്ടാണ് വചനത്തിൽ നിലനിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. എബ്രായ ലേഖനകാരനും പത്രോസും പൗലോസും മറ്റ് പുതിയ നിയമ എഴുത്തുകാരും ബൈബിളിനെ ദൈവവചനമായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വചനം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നു. 12-ാം വാക്യം അതിനുള്ള ഉത്തരമാണ്. ദൈവവചനം ചൈതന്യമുള്ളതാണ്. ദൈവവചനം ചൈതന്യമുള്ളതാണ്. രണ്ടാമത്തെ സവിശേഷതയായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കാര്യങ്ങളെ നിറവേറ്റുന്നു, അല്ലെങ്കിൽ അത് വാഗ്ദത്തം ചെയ്തത് യാഥാർത്ഥ്യമാക്കുന്നു. തീർച്ചയായും ആത്മാവ് സജീവമായിരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിന് കാരണം ദൈവവചനം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ്. സങ്കീർത്തനം 119:18 സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ ന്യായപ്രമാണത്തിലെ അല്ലെങ്കിൽ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കേണമേ. പ്രകൃതിയാൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതിനും നമ്മുടെ മനസ്സുകളെ ഉണർത്തുന്നതിനും ദൈവാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ദൈവം വെളിപ്പെടുത്തിയതിൽ സന്തോഷിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനും ദൈവാത്മാവിൻ്റെ കൃപയുള്ള പ്രവൃത്തി ആവശ്യമാണ്. ആത്മാവ് വചനത്തെ അഭിഷേകം ചെയ്യുകയും അതിൻ്റെ സന്ദേശം ഗ്രഹിക്കുവാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിൽ അത്ഭുതകരവും മനോഹരമായ ഒന്നും നാം കണ്ടെത്തുകയില്ല. ആത്മാവിനെ കൂടാതെ വചനം നമുക്ക് നിഗൂഢവും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും നിരാശാജനകവുമാണ്. അതുകൊണ്ടാണ് കുബുദ്ധികൾ ഇന്ന് വചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമായിരിക്കട്ടെ, അത് നമ്മൾ നിൽക്കുന്ന പാറയായിരിക്കട്ടെ, പരീക്ഷണഘട്ടങ്ങളിലും ദുരന്ത സമയങ്ങളിലും നമ്മെ നയിക്കുന്ന കോമ്പസായിരിക്കട്ടെ, അത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കട്ടെ, അത് നമ്മുടെ ഹൃദയത്തെ പുതുക്കട്ടെ, അത് നമ്മുടെ സന്തോഷം പുനഃസ്ഥാപിക്കുകയും നമ്മുടെ പ്രത്യാശ നിലനിർത്തുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവവചനത്തിൻ്റെ ധാർമ്മിക തത്വങ്ങളിൽ കെട്ടിപ്പടുക്കുക. അതിൻ്റെ ധാർമ്മികവും നീതിപൂർവവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അതിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മനുഷ്യരാശിയുടെ സ്വഭാവത്തെക്കുറിച്ചും അത് പറയുന്നത് നാം വിശ്വസിക്കുക. മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കുവാനും നമ്മുടെ സഭയുടെ അനുഭവത്തെ രൂപാന്തരപ്പെടുത്തുവാനും സാമൂഹ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. അതുകൊണ്ടാണ് നരഭോജികളായിട്ടുള്ള ആളുകൾ സുവിശേഷം സ്വീകരിക്കുമ്പോൾ മനുഷ്യ സ്നേഹികളായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് വചനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും അതുപോലെ ശുചിത്വവും ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനം സജീവവും ജീവദായകവുമാണ്. ദൈവവചനത്തിൻ്റെ മൂന്നാമത്തെ സവിശേഷത എന്നത് ദൈവവചനം ഏത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നു. പ്രാണൻ, ആത്മാവ്, സന്ധി, മജ്ജ എന്നിവയെക്കുറിച്ച് ലേഖനകാരൻ ഇവിടെ സംസാരിക്കുമ്പോൾ മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ചോ നമ്മുടെ ശരീരഘടനയെക്കുറിച്ചോ
മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യേണ്ട ആവശ്യതയെക്കുറിച്ചോ പറയുകയല്ല. പകരം അത് ദൈവവചനത്തിൻ്റെ കൃത്യമായ തുളച്ചു കയറുന്ന ശക്തിയുടെ വാഗ്മയ ചിത്രം നമുക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയാണ്. നമ്മുടെ ബാഹ്യമനുഷ്യൻ്റെയും ആന്തരിക മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് തുളച്ചു കയറുവാൻ കഴിവുള്ള വചനത്തിൻ്റെ ശക്തിയെ ഒരു ചിത്രരൂപത്തിൽ വരച്ചു കാണിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മീയ അസ്തിത്വത്തിൻ്റെ അന്തർഭാഗങ്ങളെ അന്വേഷിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ഉപബോധ മനസ്സിനെയും വെളിപ്പെടുത്താത്ത ഉദ്ദേശ്യങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അല്ലെങ്കിൽ വികാരങ്ങളുടെയും ഇച്ഛയുടെയും ഉദ്ദേശ്യങ്ങളിലേക്ക് തുളച്ചു കയറി അത് എന്താണെന്ന് വിവേചിക്കുന്നു. ദൈവവചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്ന് പറയുന്നതിനെ ആളുകൾ വ്യത്യസ്ത നിലയിലാണ് മനസ്സിലാക്കുന്നത്. ചിലർ ഈ വാളിൻ്റെ 2 അരികുകൾ പഴയ നിയമവും പുതിയ നിയമവുമാണെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ വചനം താൽക്കാലികവും ശാശ്വതവുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. മൂന്നാമതൊരു കൂട്ടർ വചനം അന്തരേന്ദ്രിയങ്ങളെ വിവേചിക്കുന്നതിൽ പരാജയപ്പെടുന്നില്ല, അതിനുള്ള മൂർച്ചയുണ്ട് വചനത്തിന് എന്ന് പറയുന്നു. നാലാമതായി വചനം 2 തരത്തിലുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഒന്നുകിൽ അത് രക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത് ന്യായം വിധിക്കുന്നു. ഒന്നുകിൽ മനുഷ്യനെ രക്ഷിക്കുന്നു, അതല്ലെങ്കിൽ മനുഷ്യനെ ന്യായം വിധിക്കുന്നു. ഇനിയും ദൈവവചനത്തിൻ്റെ ഫലപ്രാപ്തിയെ വിവരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. അതിന് പിൻബലമായിട്ട് യെശയ്യാവ് 55:10-11 വാക്യങ്ങളെ അവർ പിന്താങ്ങുന്നു. യെശയ്യാവ് 55:10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ആയിരിക്കും എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യുന്ന മഴയും മഞ്ഞും ഭൂമിയിൽ സസ്യവും ആഹാരവും വിളയിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ഉദ്ദേശിച്ച കാര്യം നിവർത്തിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഈ വേദഭാഗം എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ചാൾസ് സ്പർജൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലുമുള്ള ഒരു സംഭവമാണ്. ലണ്ടനിൽ മരണക്കിടക്കയിൽ കിടന്നിരുന്ന ഒരു വൃദ്ധ താൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന കാര്യം വിവരിച്ചത് ഒരു പത്രത്തിൻ്റെ കീറിയ കഷണം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിൽ സ്പർജൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ കഷ്ണം പേപ്പർ എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഒരു ബന്ധു തനിക്ക് അയച്ച സമ്മാനം പൊതിയാൻ ഉപയോഗിച്ച പേപ്പർ കഷ്ണമാണ് എന്ന് അവൾ പറഞ്ഞു. ആ സംഭവം ഇങ്ങനെയാണ്. സ്പർജൻ ലണ്ടനിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗം പകർത്തി അച്ചടിച്ച് ന്യൂയോർക്കിലേക്ക് ഒരു കപ്പലിൽ അയച്ചു. അങ്ങനെ അമേരിക്കയിലെത്തിയ ഈ പ്രസംഗം ഒരു പത്രത്തിൽ വീണ്ടും അച്ചടിച്ചു. അത് അമേരിക്കയിൽ ഉടനീളം വിതരണം ചെയ്യപ്പെട്ടു. അങ്ങനെ അത് സാൻ ഫ്രാൻസിസ്കോയിലെത്തി. അവിടെ നിന്ന് കപ്പലിൽ അത് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ഓസ്ട്രേലിയൻ പത്രത്തിൽ വീണ്ടും അത് അച്ചടിച്ചു. അവിടെയുണ്ടായിരുന്ന ഈ വൃദ്ധയുടെ ബന്ധു ഉപയോഗശൂന്യമായി കിടന്ന ഈ പേപ്പർ ഒരു സമ്മാനം പൊതിയുവാനായിട്ട് ഉപയോഗിച്ചു. ആ സമ്മാനം കപ്പലിൽ തിരികെ ലണ്ടനിലെത്തി. അവിടെ ഈ പ്രായമായ സ്ത്രീ കീറിയ പത്രഭാഗങ്ങളിലേക്ക് തൻ്റെ കണ്ണോടിച്ചു. അങ്ങനെ യാദൃച്ഛികമായി അവളുടെ ദൃഷ്ടി സ്പർജൻ വളരെക്കാലം മുമ്പ് പ്രസംഗിച്ച ദൈവവചനത്തിൽ പതിഞ്ഞു.
അവളുടെ ഹൃദയത്തെ അത് പുനർജീവിപ്പിക്കുകയും അവൾ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പ്രിയ അമ്മച്ചി രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. വചനത്തിൻ്റെ പുനരുജ്ജീവന ശക്തിക്ക് ഇത് ഒരു നല്ല ഉദാഹരണമാണ് എന്ന് ഞാൻ കരുതുന്നു. ദൈവവചനത്തിൻ്റെ നാലാമത്തെ സവിശേഷത എന്നത് ദൈവവചനം ഹൃദയത്തിൻ്റെ ചിന്തകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കുന്നു എന്നതാണ്. ദൈവവചനം ഹൃദയത്തിൻ്റെ ചിന്തകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കുന്നു. ഇത് വായിക്കുമ്പോൾ 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ദാവീദ് 139 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകിയിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നമുക്ക് നമ്മുടെ അയൽക്കാരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, സഹോദരന്മാരിൽ നിന്നും, നമ്മുടെ ഇണയിൽ നിന്ന് പോലും ഒത്തിരി കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാപട്യം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ദൈവത്തെ നമുക്ക് കളിപ്പിക്കുവാനാവുകയില്ല. നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നും ഇന്നു മുതൽ 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്നും അനുഭവിക്കുമെന്നും ദൈവത്തിന് നന്നായി അറിയാം. വചനം നമ്മുടെ ചിന്തകളെയും ഉദ്ദേശ്യങ്ങളെയും വിലയിരുത്തുകയും അവയെ തൂക്കി നോക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും രഹസ്യമായ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുകയും അവിടെയുള്ളതിനെക്കുറിച്ചുള്ള അവബോധം നമ്മിൽ വരുത്തുകയും ചെയ്യുന്നു. ഇനി പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം തൻ്റെ വചനത്തിലൂടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എബ്രായർ 3:12 അവൻ പാപത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. പാപം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ നമ്മെ ഉത്സാഹിപ്പിച്ചേക്കാം. അത് അന്യായമാർഗങ്ങളിലൂടെയുള്ള ധനസമ്പാദനമാകാം, അതല്ലെങ്കിൽ വിവാഹമോചനം നേടുന്നതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ചിന്തയാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ വഴിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചുകൊണ്ട് അയാളെ ഒതുക്കാൻ ശ്രമിക്കുന്നതാകാം. അങ്ങനെയുള്ള വഞ്ചനയുടെ മൂടൽമഞ്ഞിലൂടെ തുളച്ചു കയറുവാനും നമ്മുടെ ചിന്തകളിലേക്കും ഉദ്ദേശ്യങ്ങളിലേക്കും വെളിച്ചം വീശുവാനും നാം വിശ്വസിക്കുവാൻ എളുപ്പമുള്ള നുണകൾ വെളിപ്പെടുത്തുവാനും ദൈവവചനത്തിന് കഴിയും. ദൈവവചനത്തിന് മാത്രമേ പാപത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവവചനത്തിൻ്റെ 5ാമത്തെ സവിശേഷത എന്നത് ദൈവവചനം നമ്മുടെ ആത്മാക്കളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവചനം നമ്മുടെ ആത്മാക്കളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദീർഘകാലമായി നിലത്ത് കിടന്നിരുന്ന ഒരു പ്ലൈവുഡ് കഷണം നിങ്ങൾ മറിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അത് ചെയ്യുമ്പോൾ ചിലന്തികളുടെയും ഉറുമ്പുകളുടെയും ഒരു വലിയ നഗരം തന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് കാണാം. ആരും കാണാതെ ഇരുണ്ടതും വെളിച്ചമില്ലാത്ത ഈർപ്പമുള്ള സ്ഥലത്ത് വസിക്കുന്ന ജീവികൾ ആണവ. അവ എപ്പോഴും മറഞ്ഞിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. പകലിൻ്റെ വെളിച്ചം അവയുടെ മേൽ വീഴുമ്പോൾ അത് മറയ്ക്കുവാൻ അവ ബന്ധപ്പെട്ട് ഓടുന്നു. ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന പലരും ഇങ്ങനെയുള്ള ജീവികളെ പോലെയാണ്. രഹസ്യങ്ങൾ ഇരുട്ടിൽ മൂടിവെക്കുവാൻ അവർ ശ്രമിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്ലൈവുഡ് പൊക്കി തങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യാത്മകത പുറത്താകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരുടെ കണ്ണുകളെ നിങ്ങൾക്ക് വെട്ടിക്കുവാനായിട്ട് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിത രഹസ്യങ്ങളെല്ലാം തന്നെ
കാണുന്നു. അത് നമ്മുടെ ആത്മാക്കളെ മൂടുന്ന തിരശ്ശീല ഉയർത്തുന്നു. അത് നമ്മുടെ ചിന്തകൾക്കും ഉദ്ദേശ്യങ്ങൾക്കും മേലെയുള്ള മൂടുപടം നീക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുകയും ഉള്ളിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ സത്യസന്ധമായി അവയെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിന് നാം അനുവദിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവവചനത്തിൻ്റെ ഈ 5 സവിശേഷതകൾ ദൈവം എന്ത് ചെയ്യുന്നു, എന്ത് നിവർത്തിക്കുന്നു എന്ന കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. 3-ാമത്തെ പോയിൻ്റായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ മുമ്പാകെ നാം എല്ലാം കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നതാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നാം എല്ലാം കണക്ക് കൊടുക്കേണ്ടവരാണ്. 13-ാം വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവൻ്റെ സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവവചനത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തിലേക്ക് ലേഖനകാരൻ തൻ്റെ ഊന്നൽ മാറ്റുകയാണ്. ദൈവവചനത്തിൻ്റെ ഈ അന്വേഷണഫലം നമ്മെ വ്യക്തിപരമായിട്ട് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥനാക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം അക്ഷരാർത്ഥത്തിൽ ഒരു സൃഷ്ടിയും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം തുറന്നു കാട്ടാൻ അവൻ തൻ്റെ വചനം ഉപയോഗിക്കുന്നു. നമ്മെ മൂടുപടമില്ലാത്തവരോ നഗ്നരോ എന്ന പോലെ അവൻ്റെ മുൻപിൽ നിസ്സഹായരോ പ്രതിരോധമില്ലാത്തവരോ ആക്കി ദൈവത്തിൻ്റെ വചനം നിർത്തുന്നു. എന്നാൽ അന്ന് ലജ്ജിതരായി തീരാതിരിക്കുവാൻ ഇപ്പോൾ ദൈവവചനത്തോട് നമുക്ക് പോസിറ്റീവായിട്ട് പ്രതികരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ എല്ലാ അന്തരംഗങ്ങളെയും ദൈവം മുമ്പാകെ തുറന്നു കാട്ടുന്നതിനാൽ ദൈവവചനത്തോട് സത്യസന്ധത പുലർത്തി നമുക്ക് ജീവിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. സജീവവും ജീവദായകവുമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അവിശ്വാസത്തെയും കഠിനഹൃദയത്തെയും തുറന്നു കാട്ടുന്നതിനാൽ വചനത്തോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ടും വിശ്വാസത്തിൽ സ്ഥിരത ആർജിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് ഹൃദയത്തിൻ്റെ ചിന്തകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കുന്നു. അത് ആത്മാക്കളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നാം കണക്ക് കൊടുക്കേണ്ട ആളാണ് ദൈവമെന്ന പരാമർശം മനുഷ്യരാശിയെക്കുറിച്ചുള്ള അവൻ്റെ ആത്യന്തികമായിട്ടുള്ള ന്യായവിധിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം ഒന്നില്ലെങ്കിൽ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ന്യായവിധിയിലേക്ക് നമ്മെ നടത്തുന്നു. എന്നാൽ ആ ഭയങ്കരമായിട്ടുള്ള ദിവസത്തിനു മുമ്പായി എല്ലാത്തരം വഞ്ചനയുടെയും പാപത്തിൻ്റെയും മേൽ നമുക്ക് വെളിച്ചം പകർന്നു തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. കരുണ ലഭിക്കുന്നതിനും കൃപ കണ്ടെത്തുന്നതിനുമായി അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയിലൂടെ ഇപ്പോൾ ദൈവത്തെ സമീപിക്കുവാൻ സാധിച്ചാൽ അത്തരം വെളിപ്പെടുത്തൽ ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് തുടർന്ന് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നമ്മുടെ പരാജയങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട്. അതിനെക്കുറിച്ചാണ് തുടർന്ന് ലേഖനകാരൻ പറയുന്നത്. ആയതിനാൽ വചനം തുറന്നു കാട്ടുന്ന മലിനതകളെ നീക്കുവാൻ കർത്താവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രവർത്തനം കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.